കമ്മ്യൂണിസം വളരെ നല്ലൊരു കാര്യമാണ്. കമ്മ്യൂണിസം എന്താ, എല്ലാ ഓണർഷിപ്പും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരിക്കണം, കളക്റ്റീവ് ഓണർഷിപ്പ് ആയിരിക്കണം. അതല്ലേ ബേസിക് ഐഡിയോളജി. എടാ അപ്പോ പക്ഷെ അവര് ഒരു ഓട്ടോക്രസി, എല്ലാരും ഒരാളുടെ എല്ലാ പവറും എല്ലാം വൺ പാർട്ടി ആയിരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ കേരളത്തിലെടുത്ത് നോക്കിയാൽ കമ്മ്യൂണിസം ഒരു ഡെമോക്രസിയിൽ എങ്ങനെ ഫിറ്റിനാവും? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, കമ്മ്യൂണിസം ഇറ്റ്സെൽഫ് ഇൻ എ നട്ട്ഷെൽ ഇസ് നോട്ട് പ്രാക്ടിക്കൽ. അവരുടെ കോർ ഫിലോസഫി തന്നെ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കേസിൽ. അതിനകത്ത് ബേസിക് ഫിലോസഫി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും സൊസൈറ്റിയിൽ ഈക്വൽ ആയിരിക്കണം, എല്ലാവർക്കും സൊസൈറ്റിയിൽ ഈക്വൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വരണമെന്നല്ലേ. ഇപ്പം കളക്റ്റീവ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി ഉണ്ടാക്കുവാണെങ്കിൽ അതിന് റിസ്ക് എടുക്കുന്നതിനല്ല, എല്ലാ തൊഴിലാളികൾക്കും എല്ലാവർക്കും ഒരേപോലെ വരണം. അങ്ങനെ വരുമ്പോൾ തന്നെ ഹ്യൂമൻ ലോ ഓഫ് കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ചില മടിയന്മാരാണ്, ചിലന്മാർ അധ്വാനിക്കും. It should never be equality of all. It should be equality of equals. Equality എന്ന കോൺസെപ്റ്റ് എന്നൊരു യൂട്ടോപ്പിയ, ഒരു നടക്കാൻ പോവാത്ത. അത് തന്നെ ഇനിയും പറയുള്ളൂ. ദിസ് ഇസ് എ യൂട്ടോപ്പിയൻ ഐഡിയോളജി എന്നാണ് എൻ്റെ ബിലീഫ്. ആവശ്യം വരുമ്പോൾ മാത്രമേ ഇതെടുക്കൂ. പക്ഷെ കേരളത്തിൽ എന്തിനാണ് ഇത്രയും SFI എന്നൊരു കാര്യം റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് കോളേജസിലൊക്കെ? കൂടുതൽ മൂവീസ്, സത്യം പറഞ്ഞാൽ ഈ മൂവീസ് ഇതിനെല്ലാം ഹരമായിട്ട് കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത്. ഒരു റൊമാൻറ്റിസ് എങ്ങനെ വെച്ചാൽ ഒരു എങ്ങനെ പറയുക, സിനിമയൊക്കെ ഉണ്ടല്ലോ മെക്സിക്കൻ. പക്ഷെ അത് ആക്ച്വലി പടം തിരിച്ചില്ലേ, തിരിച്ചുള്ള കഥയാണ് അത് തിരിച്ചു കാണിച്ചേക്കുന്നത്. അതെന്താ കോളേജിലപ്പോ ഒരു യങ് ആയിരിക്കുന്നോണ്ടാണോ അത് ആ ഫിലോസഫി അത്രയും? EMS തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ട്, കമ്മ്യൂണിസം എപ്പോഴും ഒപ്പോസിഷനിൽ ഇരിക്കുന്നത് നല്ലത്. കാരണം അവർക്ക് സമരം ചെയ്യാൻ ഇച്ചിരി നല്ലോണം അറിയാം ഭരണത്തിനെ കാട്ടി. കോളേജ് കാലഘട്ടം നീ എടുത്തു നോക്ക്, ഇറ്റ്സ് എ ടൈം അബൌട്ട് എനർജി, റെബല്യസ് ആറ്റിറ്റ്യൂഡ് അല്ലേ എല്ലാവർക്കും. റെബല്യസ് അല്ലേ, എന്തോന്നാലും അതിനെ എതിർക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ. അപ്പൊ SFI എന്ന് പറഞ്ഞ ഐഡിയോളജി ഭയങ്കരമായിട്ട് യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് അലൈൻ ചെയ്യുമായിരിക്കും. അതെ. പിന്നെ മാനേജ്മെന്റ്, എന്റെ പേഴ്സണൽ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ്, മാനേജ്മെന്റ് അടുത്ത് ചൊറി ഉണ്ടാക്കാനും കേസ് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ കാൾ മാർക്സ് ഒക്കെ ഉദ്ദേശിച്ച സാധനമാണോ ഇപ്പൊ? ഇപ്പൊ പിണറായി വിജയനിസം കമ്മ്യൂണിസം ഐഡിയോളജി ഒരിക്കലും പ്രാക്ടിക്കലി കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കും. ഡെമോക്രസിയുടെ ഇതുകൂടി ചേർന്നിട്ടുള്ള രീതിയിൽ നിനക്കെന്താ തോന്നുന്നത് റഷ്യയിലൊക്കെ എങ്ങനെ? Azerbaijan, how is a communist party? I don't know, it's dictatorship. Military dictatorship. Not military, just dictatorship. Azerbaijan? Like explain. One guy is just always there. One guy is just like a dictatorship. Same payan. Ella varsham. Nobody can go for election. No. No opposition. No. Same family, same guy. Like Putin. No, Putin is different. Is it a kingdom? Not kingdom. Royal? No, not royal. Okay. It's just one guy got into power and he's continuing to hold on to that He power. literally made the rule, I can only rule. Yeah. How did he get into power? I don't know. Ask Google, not me. നിന്റെ കൺട്രി അല്ലേ? I don't give a fuck. What do you think about I'm communist? citizen of India. Communist Kerala, what do you think? Your opinion, your raw thoughts. I don't believe in communism, so I can't really comment on it. Why do you think so? It never works out. Wherever there is good, there is evil, that type of thing. There need to be poor for people to be rich. So you're saying the whole idea of communism contradicts with itself? There is no such thing as equality. There will never be such thing as equality. Universal equality. Financial equality in society. That's what I think. For the world to keep running as it is. Okay, stop clapping. The mic will pick up. Nee bara. നിന്റെ ഐഡിയോളജി ഓഫ് കമ്മ്യൂണിസം എന്തുവാ? Like, why do you think it's
ഇറ്റ്സ് എ ഗുഡ് തിങ് ബാഡ് എടാ, പക്ഷേ തിങ്. എനിക്ക് ചെഗുവേരന്റെ ഞാൻ മൂവിയൊക്കെ കണ്ടിട്ടുണ്ടടാ. ചെഗുവേരന്റെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് കുറെ ലീഡേഴ്സ് ഒക്കെ ഉണ്ട് കമ്മ്യൂണിസത്തിൽ. വൈ ഈസ് കമ്മ്യൂണിസം എനിക്കറിയാം. Sexy ആണ്. അതെ അതെ അതെ, ഒരു Correct, പ്രാക്ടിക്കൽ sexy ഐഡിയ ആണ്. സ്റ്റിൽ സെക്സി ഐഡിയ. സൊസൈറ്റി എപ്പോഴും താഴോട്ട് പോകുമ്പോൾ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് കമ്മ്യൂണിസം വേണം. ആ ടൈമിലാണ് ഇതിന്റെ ആവശ്യം. പക്ഷേ ഇത് ലോങ് സൊസൈറ്റി ലാസ്റ്റ് നശിച്ചു പോകാറാകുമ്പോൾ കമ്മ്യൂണിസം വന്ന് ഫുൾ ഒന്ന് റീഗെയിൻ സ്ട്രെങ്ത് എഴുതിയിട്ട് പിന്നീട് അത് കമ്മ്യൂണിസം ഇല്ലാതാകുവാതെ ആൾക്കാരെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരും. നമുക്ക് ചെഗുവേരന്റെ കഥയൊക്കെ അറിയാമോ? ഏകദേശം ചെഗുവേര മറ്റേ താഴെത്തട്ട് ലൈക്ക് പുള്ളിക്കാരൻ നല്ല മുകളിലാണ് ജനിച്ചത്. ഡോക്ടറുടെ മോനായിട്ട് എന്തൊക്കെയാണ് ജനിച്ചത്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ട് ഒരു സിനിമയുണ്ട്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടായിട്ട് എല്ലാം ട്രിപ്പ് പോകുന്നത്, ബൈക്കിൽ ട്രിപ്പ് പോകും. എന്നിട്ട് അവിടെ ഉള്ള പാവങ്ങളുടെ എല്ലാതിനെയൊക്കെ റീലി കണ്ടിട്ടുണ്ട്. അപ്പൊ ബുക്കുണ്ട് പണ്ടുണ്ട്. എല്ലാം പോയി കണ്ട് പുള്ളിക്കാരൻ ഡോക്ടറുടെ മോനൊക്കെ ആയിട്ട് ജനിച്ചിട്ട് പിന്നെ ഭയങ്കര അവന് ഈ പാവങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുന്നത് കണ്ട് പുള്ളിക്കാരൻ വളർന്നു കുറെ ബുക്ക് വായിക്കലും അങ്ങനത്തെ പരിപാടി. എന്നിട്ട് രാജാവിന്റെ മകനായിരുന്നു. അവിടെ പുള്ളിക്കാരൻ മരിക്കുന്ന മുന്നേ എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ഇങ്ങനെ കെട്ടിയിട്ട് വെടി തോക്കിന്റെ വെച്ചിട്ട് വെടിവെക്കുന്ന മുന്നേ പുള്ളിക്കാരൻ പറഞ്ഞ ലാസ്റ്റ് വേർഡ്സ്, യു ക്യാൻ ഷൂട്ട് മീ ബട്ട് യു വിൽ ഓൺലി കിൽ എ മാൻ. മനസ്സിലായി? യു വിൽ ഓൺലി കിൽ എ മാൻ. യു കൻ നോട്ട് കിൽ ദ ഐഡിയോളജി ഓർ ദ സ്റ്റോറി ഹി പോർട്രേഡ്. യു കൻ ഓൺലി കിൽ എ മാൻ. അതൊക്കെ കേട്ടപ്പോ ഞാനിങ്ങനെ ഫാൻ ആയിപ്പോയി കളിയാ. പക്ഷെ ദ ഐഡിയാസ് ഹി സ്റ്റുഡ് ഫോർ, ലൈക്ക് അതിന്റെ കൂടെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ദ പീപ്പിൾ അതിൽ കുറെ ഇങ്ങനത്തെ പീപ്പിൾ ഉണ്ട്. ഞാൻ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ക്യാപിറ്റലിസം. ചില സമയത്ത് ഐ എം ബ്ലൈൻഡഡ് ബൈ ക്യാപിറ്റലിസം. പക്ഷെ അതിന്റെ ഡാർക്ക് സൈഡ്സ് എന്തൊക്കെയാ എന്ന് പറ. അവിടെ ക്യാപിറ്റലിസത്തിന്റെ ഡാർക്ക് സൈഡ്സ്, ഫസ്റ്റ് തിങ് എൻവിയോൺമെന്റ്. ലൈക്ക് ഫസ്റ്റ് തിങ് എൻവിയോൺമെന്റ്. പിന്നെന്ന് വെച്ചാൽ റിച്ച് പീപ്പിൾ കീപ് ഓൺ ഗെറ്റിംഗ് റിച്ചർ, പുവർ പീപ്പിൾ കീപ് ഓൺ ഗെറ്റിംഗ് പുവർ. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ മസ്റ്റ് ബി സം സോർട്ട് ഓഫ് തിങ്. അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന സംഭവത്തിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ആലോചിച്ചു ഇഫ് യു ടേക്ക് ക്യാപിറ്റലിസം ടു ദ എക്സ്ട്രീം ലെവൽ, പിന്നെ ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ വരേണ്ട ആവശ്യമില്ല. പിന്നെ മോണോപോളീസ് ഉണ്ടാവും, പിന്നെ കോമ്പറ്റീഷൻ കുറയും, പിന്നെ ലൈക്ക് മനസ്സിലായി, പിന്നെ ഓട്ടോക്രസീസ് ആവും, ഒരാളെല്ലാം റൂൾ ചെയ്യും. ഇപ്പൊ ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ് ഇവരൊക്കെ പിടിച്ചു വെച്ച് മറ്റേ ഇലുമിനാട്ടി മൂടാവും. മനസ്സിലായോ? അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിന് അതിൻ്റെതായ പ്രശ്നമുണ്ട്. പക്ഷെ റിലേറ്റീവ്ലി വൈ ഈസ് കമ്മ്യൂണിസം സെക്സി? എനിക്ക് അതിന്റെ ഉത്തരം എനിക്കറിയത്തില്ല. എനിക്കറിയാം ഐ ഡോണ്ട് ലൈക്ക് കമ്മ്യൂണിസം. നമ്മുടെ നാട്ടിൽ തന്നെ എക്സാമ്പിൾ ഉണ്ട്. പണ്ട് നമ്മുടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ അമ്പലത്തിലോട്ട് കയറ്റാൻ പണ്ട് അനുവാദമില്ലായിരുന്നല്ലോ അവർ. അപ്പം കമ്മ്യൂണിസ്റ്റുകാരാണ് മുന്നിൽ നിന്ന് നയിച്ചവരെ അമ്പലത്തിലേക്ക് കയറാനായിട്ടും ഒക്കെ കൂടെ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഈ പണ്ട് ഈ മറയ്ക്കാൻ പറ്റാത്തതിൻ്റെ ഒക്കെ ഇവരാണ് ഈ സമരം ചെയ്ത റൈറ്റൊക്കെ നേടിയെടുത്തത് താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് വേണ്ടി. നീ ഉറക്കം കുറച്ചും കൂടെ. എന്നിട്ട് എവിടെ കമ്മ്യൂണിസം എങ്ങനെയാ കേരളത്തിൽ വന്നത്? തുടക്കം കേരളത്തിൽ വന്നത് ഈ ചൈനയിലും റഷ്യയിലുള്ള ഐഡിയോളജീസ് ഒക്കെ വെച്ച് ആൾക്കാർ മനസ്സിലാക്കി എടുത്ത് അത് ഫോളോ ചെയ്ത് തുടങ്ങിയത്. അത് മറ്റേ യോബിന്റെ പുസ്തകം സിനിമ കണ്ടിട്ടില്ലേ? അത് സൂപ്പർ. അത് കമ്മ്യൂണിസം എനിക്കൊന്ന് ആദ്യമായിട്ട് കേരളത്തിൽ ഇലക്ട്രൽ സീറ്റ് മേടിക്കുന്നത് എനിക്കറിയത്തില്ല. ആ സിനിമ അക്കോർഡിംഗ് എനിക്ക് ഓർമ്മ വെച്ച് മൂന്നാറിലും കണ്ട മറ്റേ റോസ്മ പൊന്നൂസും ആ സ്കീമൊക്കെ. സമരം ചെയ്യാൻ എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിസം. എടാ ദേ ആർ ദി ബെസ്റ്റ് ഒപ്പോണൻസ്. അവർക്ക് സമരം ചെയ്യാൻ അറിയാം. അതാണ് വാട്ട് ദേ ആർ ബെസ്റ്റ് അറ്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റുഡൻസ് യൂണിയൻ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ്. എടാ ASF, നീ ASF തന്നെയല്ലേ ചെറുതായിട്ട്? ASF SFI തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? അങ്ങനെ പിടിച്ചിരിക്കുന്നൊക്കെ ഉണ്ടോ? ഇപ്പൊ വിഷയ കൊല്ലത്തൊക്കെ വിഷയമാ. അടിയോ ASF എന്ന് വെച്ചാൽ ബാക്കിംഗ് ഉണ്ട് CPIയുടെ, മറ്റേ CPM-ന്റെ ബാക്കിംഗ്. ഞങ്ങളുടെ കോളേജിലൊക്കെ ASF തഴഞ്ഞിട്ടേക്കുക. അമ്മമാര് പൊങ്ങി വരും. ASF CPI സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകളിൽ ഉള്ള കോളേജുകളിൽ മാത്രമേ ഉള്ളൂ ASF. ബാക്കി മിക്കയിടത്തും അറിയത്തു പോലും ഇല്ല. കോളേജിന്റെ അകത്ത് പൊളിറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. പക്ഷെ ഐ വുഡ് ആർഗ്യൂ നല്ലതല്ല. രണ്ട് വശമുണ്ട്. നല്ലതാണ് വിത്ത് സം റെഗുലേഷൻസ്. ഇവിടെ ഞാൻ പറയട്ടെ, നമ്മുടെ കോളേജിൽ ഞങ്ങളൊന്നും പാർട്ടി നോക്കാതാണ് ഇലക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ക്ലാസ്സിൽ നമ്മൾ തന്നെ ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ അയാളെ റഫായിട്ട് വെക്കുക. പിന്നെ മേളിൽ ചെന്ന് വോട്ട് ചെയ്താൽ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്.
പക്ഷേ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ജൂനിയേഴ്സ് ക്ലാസ്സിലും അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പേരും പറഞ്ഞ ക്ലാസ്സിനകത്തൊരു വിഭജനം വരും. അത് വേണം. അത് ഇത്തിരി ബാഡാണ്. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ അവരുടെ കോളേജ് ലൈഫേ അങ്ങ് വല്ലാണ്ടായി. എടാ അത് എനിക്കും മനസ്സിലായിട്ടുണ്ട്, അത് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എടാ ഇപ്പൊ ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ കൺവീനർ ആയിട്ടിരുന്ന സമയത്ത് എനിക്ക് SFIയുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പൊ SFIയുടെ കാൻഡിഡേറ്റ് നിൽക്കുന്നു എന്നെ വിളിച്ചു പറഞ്ഞു. ഓക്കെ, KSUവിന്റെ കാൻഡിഡേറ്റ് എന്നെ വിളിച്ച് പറഞ്ഞ് ഓക്കെ നീ നിന്നോ, എനിക്ക് പറഞ്ഞു. പക്ഷെ ഞാൻ KSUവിനെ നിക്കാൻ പറഞ്ഞോണ്ട് SFIക്കാരെ എനിക്കിട്ട് കൊണച്ചി. അത് അവസാനം അവര് പറഞ്ഞു ഞാൻ അവർ ഉന്തിത്തള്ളി കിട്ടിയ അതൊക്കെയാണ് എനിക്ക് കൊണ വരുന്നത്. പക്ഷെ കോളേജിൽ പൊളിറ്റിക്സിന്റെ ആവശ്യമുണ്ടോ? ഇപ്പം നമ്മുടെ മാനേജ്മെന്റ് കോളേജിൽ സത്യം പറഞ്ഞാൽ പാർട്ടി എന്നുള്ള രീതിയല്ല, യൂണിയൻ വേണം. സ്റ്റുഡന്റ് യൂണിയൻ ഇല്ലാതെ കോളേജിൽ നിൽക്കുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടി. യൂണിറ്റി ആയിട്ട് നിൽക്കാനല്ലേ എന്റെ കോളേജിൽ അങ്ങനെയാണ്. എന്റെ കോളേജിൽ സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടായിരുന്നു, പക്ഷെ പാർട്ടി ബേസിസിലല്ല. പാർട്ടി ബേസിസിലല്ല. അത് ഈ സ്ഥലം അനുസരിച്ച് എടാ ബിക്കോസ് നീ തന്നെ അറിയാലോ, വെട്ടും കുത്തും ഇടിയും ആ ഒരു സീൻസ് പാക്കത്തല്ലടാ എന്റെ കൂടെ ഈ സെൻസാണ് ഇതെല്ലാം. ഞാൻ പേടിച്ച പറയടാ. ഈ മച്ചാനൊക്കെ സസ്പെൻഡ് ചെയ്ത് വിട്ടിട്ടുണ്ടാ വെട്ടും കുത്തും ലൈവ് കാഴ്ച. പക്ഷെ അതൊക്കെ ഭയങ്കര ബാഡാ. സ്പീക്കിംഗ് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ്. എടാ അതിനൊക്കെ നമ്മൾ എങ്ങനെ ഒരു നിർത്താൻ പറ്റും? എന്ന് വെച്ചാൽ ഈ ഫുൾ വെട്ടും കുത്തും അതിന്റെ ഭയങ്കര ഡാർക്ക് സൈഡ്സ് ഉണ്ടല്ലോ ഈ പൊളിറ്റിക്സ്. നിൽക്കൂടാ. നമ്മൾ ഈ നമ്മുടെ ഈ കൊച്ചു പിള്ളേർ ഇപ്പൊ കേറി വരുന്ന പിള്ളേരെ വിളിച്ച് നമ്മൾ ഈ കേറി വരുമ്പോഴേ ഇതാണ് പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്ത് അവർ വെക്കുമ്പോൾ അവരുടെ മനസ്സ് അങ്ങനെ ആയിപ്പോവും. നമ്മുടെ തന്നെ ഒരു പയ്യൻ, ഞാൻ പേരൊന്നും പറയാം, ഒരു പയ്യൻ ഇങ്ങനെ പരിപാടിക്ക് ഈ ഇലക്ഷൻ ടൈമിൽ ഈ കൂടെ ഒപ്പോസിഷൻ നിന്ന് കേസിൽ നിന്നൊരു പയ്യനെ ഒരു ത്രെട്ട് ഉണ്ടെന്ന് ഓടിച്ച് പറയും. ഒന്നുമില്ല, ഒരു പാവം പയ്യനെ. അവൻ ആ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം ഇവൻ അറിയില്ല കത്തിയും കൊണ്ടാണ് വന്നത്. ഞങ്ങൾ പിന്നെ നല്ല ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു. എന്തിനു ചെയ്യുന്ന വെച്ചാൽ ഒന്നും ചെയ്തില്ല, പറഞ്ഞതാ. അങ്ങനെ വരെയുള്ള ഇതുണ്ട് വെച്ചാൽ അവർക്ക് മനസ്സ് ചിന്തിക്കുന്നില്ല, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അത് എന്തോ കേൾക്കുന്നു, എന്തോ ചെയ്യുന്നു. ഇതിനകത്തൊക്കെ പോകുന്ന സത്യം പറഞ്ഞ ബോധമില്ലാതെ എന്തോ കിട്ടും, എന്തോ കിട്ടും. നാളെ ഇവനൊരു വിഷയം ഒന്ന് ആരെങ്കിലും കൂടുതൽ ഒരിക്കലും നിൽക്കത്തില്ല. ഞാൻ എന്റെ കൂടെ പേഴ്സണൽ ഇത് പറയാം. എടാ ഞങ്ങളിപ്പം ഈ സീനിയർ ഒരുത്തൻ കാണുമല്ലോ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അവനിങ്ങനെ ജൂനിയേഴ്സിനെയൊക്കെ കാളിലും അതുമൊക്കെ കൊടുത്ത് ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി അടിമകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തും. ഏരിയ സെക്രട്ടറിന്റെ പറഞ്ഞത്. എന്നിട്ട് അമ്മമാർക്ക് ഇങ്ങനെ ഓരോ വാഗ്ദാനങ്ങൾ, നിനക്കത് സെറ്റ് ചെയ്ത് തരും, നിനക്ക് അവിടെ ജോലി മേടിച്ച് തരും, നിനക്ക് മലമർത്തി തരും എന്നൊക്കെ പറഞ്ഞിട്ട് മച്ചാൻ 3rd year ഏജ് പേപ്പറൊക്കെ ചെയ്ത് സിംഗപ്പൂർ പോയി. ഇവരെ തമ്മിന്നൊക്കെ ഇവിടെ എന്ന് വെച്ചാൽ കോളേജിൽ എത്ര പിള്ളേരുണ്ട്, എല്ലാം എത്ര ആൾക്കാർ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാം നമ്മുടെ മെയിൻ പാർട്ടിക്കാർക്കെല്ലാം അറിയണം. എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട്. എത്ര പിള്ളേര് കോളേജിലുണ്ട്, ഇത്ര ഇപ്പം അണികളല്ലേ ഇവർക്ക് വർക്ക് ചെയ്യണം. ഇപ്പം ഒരു സമരം വിളിക്കുക, കോളേജിൽ നിന്ന് പിള്ളേരെ ഇറങ്ങണം, എന്നാൽ എല്ലാവർക്കും ആള് തയ്ക്കാവും. എല്ലാം അങ്ങനെ ഒരു ഇഞ്ചക്ട് ചെയ്ത് വിടുന്ന പിള്ളേർക്കൊരു ഫ്രൂട്ടി ചെയ്ത് വാങ്ങി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എല്ലാം ഒരു സിംഗിൾ പാർട്ടിയായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എ ഫ്രീ തിങ്കർ. സത്യം. അതേ കണക്ക് കമ്മ്യൂണിസം എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിച്ചാലും അത് അക്സെപ്റ്റ് ചെയ്യാത്തവന്മാരെ കുറെ എണ്ണം. എന്ത് കാണിച്ചാലും അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് വരും. അമ്മമാർക്ക് ആ ഫ്രീ തിങ്ക് കേപ്പബിലിറ്റി ഇല്ല. കൊച്ചിലെ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കുക. അപ്പുറത്തെ സൈഡിൽ കാണാൻ ബ്ലൈൻഡ്. എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. അതെ എല്ലാത്തിലും ഉണ്ട്. BJP RSSനകത്തൊക്കെ ഇഷ്ടംപോലെ പാർട്ടി. ഈ ഐഡിയോളജീസിന് സ്ലേവ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലേ. ആ ഒരു സംഭവം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവ എന്ത് ചെയ്താലും ആ മതം എന്തായാലും എന്താ പറയാടാ. ഇപ്പം ഞാൻ തന്നെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാ. സോഷ്യലി അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പെട്ടെന്നൊരു സംഭവം എനിക്ക് അവിടെ തെറ്റാന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാങ്ങളിലും ഞാൻ ഔറ്റുകാരൻ. അവരുടെ എല്ലാരും കൊണ്ട് ഇവൻ ഇന്നലെ മുതൽ ഇങ്ങനെ ആയിരുന്നു, ഇന്ന് അമ്മമാരെന്തോ കൈവശം കൊടുത്ത് ഒറ്റുകാരനായി. ആ ഒരു വൃത്തികെട്ട ഐഡിയോളജി ഉണ്ട്. ചുറ്റും നിൽക്കുന്നവരെല്ലാം ബ്ലൈൻഡായി നിനക്ക് കണ്ണു തുറക്കാൻ നിന്റെ സോഷ്യൽ ഇത് സമ്മതിക്കത്തില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ആ പേഴ്സണലി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്. അതൊരു നമ്മള് കുഞ്ഞിലെ തന്നെ വി വോണ്ട് ടു ഫിറ്റ് ഇൻ ടു സം ഗ്രൂപ്പ്. നമുക്കൊരു ബിലോങ് ചെയ്യാൻ എന്തെങ്കിലും വേണം. അപ്പോൾ ഒരു ഐഡിയോളജി കിട്ടുമ്പോൾ അതിലങ്ങ് ബിലോങ് ചെയ്ത്. പക്ഷേ ഈ ഐഡിയോളജീസിൽ ഫിറ്റിനായ പിന്നെ നമുക്ക്
മറ്റെല്ലാ ഐഡിയാസും ക്ലോസ് ചെയ്ത് കളയും. എടാ അതാ പറയാനുള്ളത്, ഫ്രീ തിങ്കേഴ്സ് ആവുള്ള എബിലിറ്റി എങ്ങനെ നശിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുവാന്നെ കോൺഗ്രസിലുള്ള ഏത് പാർട്ടി നല്ല ചെയ്താലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അവന്മാരെ എല്ലാം കുറ്റം കണ്ടുപിടിക്കാനേ പറ്റും. അതാണ് മെയിൻ പ്രശ്നം. ആര് നല്ല ചെയ്താലും അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടി ചെയ്യുന്നത് മാത്രം നല്ലത്, ഞങ്ങളാണ് ശരി, ബാക്കി എല്ലാവരും തെറ്റ്. അതാണ് ഇവന്മാരുടെ കൺസെപ്റ്റ്. എടാ ഞാൻ പറഞ്ഞ ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ രണ്ട് ഓപ്പോസിറ്റ് ഐഡിയോളജീസ് ഉള്ള ആൾക്കാർ ഒരുമിച്ചിരുന്നൊരു ഡയലോഗ് നടത്താത്തതുകൊണ്ടാണെന്ന് ഞാൻ അറിയുന്നത്. അതാണ് ഇന്നത്തെ മിക്ക ഈ യുദ്ധത്തിനും മിക്ക പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഉള്ള കാരണം അതാണ്. ഈ ഓപ്പോസിറ്റ് വ്യൂ പോയിന്റ്സ് ഉള്ള ആൾക്കാർക്ക് ഇരുന്ന് ഒന്നും സംസാരിക്കാത്തതിൻ്റെ ഇതായിട്ട് ആയിരിക്കും ഡെഫിനറ്റ്ലി.